ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ദുഃഖകരമായ അതല്ലെങ്കിൽ സങ്കടകരമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതീവ പ്രതിസന്ധിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. എല്ലാ പ്രവർത്തനങ്ങളും അവർ അവസാനിപ്പിക്കുകയാണ്. ജൂൺ 1-ാം തീയതി മുതൽ ക്ലബിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുകയാണ് എന്നുള്ള കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ തൊഴിലാളികളെ അറിയിച്ചു കഴിഞ്ഞു. ക്ലബ്ബ് പൂട്ടിപ്പോകുന്ന കാര്യം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരിഗണിക്കുന്നത്. പ്രമുഖ മാധ്യമമായ മനോരമ ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് നിലവിൽ 40 കോടി രൂപയോളം നഷ്ടമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ താല്പര്യമില്ല. ISLന്റെ ഭാവി എന്താകും എന്നറിയാതെ അതല്ലെങ്കിൽ ലാഭമില്ലാതെ പ്രവർത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരാൻ സാധ്യതയില്ല. ഈ സീസണിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് അടച്ചു പൂട്ടി പോകുന്നത് വളരെ സീരിയസ് ആയിക്കൊണ്ട് പരിഗണിക്കുന്നു എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല തൊഴിലാളികളെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ജൂൺ 1 മുതൽ എല്ലാ പ്രവർത്തനങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് നിർത്തിവെക്കുകയാണ്. അതിനുശേഷം ഒരു അന്തിമ തീരുമാനം എടുക്കും. ഏതായാലും 40 കോടി രൂപയോളമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നഷ്ടം അതല്ലെങ്കിൽ കടമായിക്കൊണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ലാഭമില്ലാതെ പ്രവർത്തിക്കാൻ ഇനി ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സീസണിന് ശേഷം ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചാലും അതിൽ അത്ഭുതപ്പെടേണ്ടി വരില്ല. ജൂൺ 1 മുതൽ താൽക്കാലികമായിക്കൊണ്ട് പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞു. ക്ലബ്ബ് മാനേജ്മെന്റ് അത് തങ്ങളുടെ തൊഴിലാളികളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി കൊണ്ടും കാണാം.